Good morning. കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിസ്കഷനിലാണ് നമ്മളുള്ളത്. കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ പ്രധാനപ്പെട്ട രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ്. വേറെയും ഒരുപാട് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻസും കൂടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വെൽക്കം ടു ലെക്ചർ 8 മൊഡ്യൂൾ 1. നോക്കുക, എന്താണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ? നിങ്ങൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക, എന്നിട്ട് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാതെ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എക്സ്പോണൻഷ്യൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് is a continuous probability distribution and explains the probability distribution of the times between random occurrences. അപ്പോൾ അത് ഈ പറഞ്ഞ സെൻറ്റൻസിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് കിട്ടിയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ അതൊരു പക്ഷേ സമയമാവാം അല്ലെങ്കിൽ സ്പേസൊക്കെ ആവാം. അപ്പോൾ നമ്മൾ സമയമാണെങ്കിൽ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ എത്ര ടൈംസ് നമ്മളുടെ റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഇവൻ്റ് അല്ലെങ്കിൽ ഒക്കറൻസ് നമ്മുടെ റാൻഡം ഇവൻ്റ് സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് സക്സസ് ആവുന്നുണ്ട് എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് കക്കാട് ജംഗ്ഷനിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജംഗ്ഷനിൽ പിന്നെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്ര ആക്സിഡൻറ്റുകൾ, അപ്പോൾ എക്സാക്ട്ലി ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത, എക്സാക്ട്ലി 2 ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇഫ് യു ഹാവ് ദ പാസ്റ്റ് ഇൻഫർമേഷൻ റിഗാർഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് എത്ര ആക്സിഡൻസുകൾ അവിടെ സംഭവിക്കാറുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പാസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെയൊക്കെ പ്രോബിലിറ്റി കാണാം. അവിടെ നമ്മളൊരു മണിക്കൂറിനുള്ളിൽ എന്ന് പറഞ്ഞു, അത് ഒരു ഇൻ്റർവെല്ലാണ്, ടൈം ഇൻ്റർവെല്ലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പോണൻഷ്യൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ അതാണ് പറഞ്ഞതെങ്കിൽ ഒരു ടൈം ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ എത്ര ഇവൻറ്റുകൾ എത്ര ഒക്കറൻസസ് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി എക്സ്പോണൻഷ്യൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറയുന്നത് 2 ഇവൻറ്റുകൾക്കിടയിൽ എത്ര ഇൻ്റർവെൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയാണ് കോഴിക്കോട് ജംഗ്ഷനിൽ ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ 2 ആക്സിഡൻറ്റുകളുടെ ഇടയിൽ, ഒന്നാമത്തെ രണ്ടാമത്തെ ആക്സിഡൻറ്റിൻ്റെ ഇടയിൽ എത്ര സമയമുണ്ട്? ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഒരു സമയം പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എത്ര ആക്സിഡൻറ്റ് ഉണ്ടെന്നുള്ളതും, രണ്ടാമത്തത് 2 ആക്സിഡൻറ്റുകൾക്കിടയിൽ എത്ര ടൈം ഇൻ്റർവെൽ ഉണ്ട് എന്നുള്ളതും. അപ്പോൾ ആ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരു സ്പേസാണ്, ഒരു സമയമാണ്. അപ്പോൾ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ ആയിരിക്കുമല്ലോ പൊതുവേ, നമ്മൾ അങ്ങനെയുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആ ടൈം ഇൻ്റർവെല് അല്ലെങ്കിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണ് എക്സ്പോണൻഷ്യൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എക്സ്പോണൻഷ്യൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് സ്ക്യൂഡ് ടു ദ റൈറ്റ് ആൻഡ് എക്സ് വാല്യൂസ് റേഞ്ചസ് ഫ്രം 0 to ഇൻഫിനിറ്റി. അത് റൈറ്റ് സൈഡിലേക്ക് സ്ക്യൂഡായിരിക്കും. നിങ്ങൾ ഇതിൻ്റെ തുടക്കത്തിലുള്ള ചിത്രത്തിൽ കാണുന്നത് പോലെ റൈറ്റ് സൈഡിലേക്ക് സ്ക്യൂഡായിരിക്കും. ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ റൈറ്റ് സൈഡിലേക്ക് സ്ക്യൂഡായിരിക്കും. പിന്നെ എന്ന് മാത്രമല്ല അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 തൊട്ട് 1 ആയിരിക്കും. പ്രോബബിലിറ്റി 0 തൊട്ട് 1, 0 to 1 ആണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ ടോട്ടൽ ഏരിയ എടുക്കുമ്പോൾ അത് 1 ആണ്. 0 തൊട്ട് 1 വരെയാണ് അതിൻ്റെ ഏരിയ ഉണ്ടാകും, മൈനസിലേക്ക് പോകില്ല എന്നർത്ഥം. ക്ലിയർ? ഇനി നോക്കുക, ലൈക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ ഫാമിലി കർവ്സ് because each unique value of lambda determines a different exponential distribution. ഇതും നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പോലെ തന്നെ ഫാമിലി ഓഫ് കർവ്സ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെയൊക്കെ പിന്നെ വാല്യൂസുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ അതിൻ്റെ പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിസ്പെർഷൻ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഫ്ലാറ്റ്നെസ്സും ഒക്കെ പീക്ക്നെസ്സും ഫ്ലാറ്റ്നെസ്സും ഒക്കെ കൂടിക്കൊണ്ടും കുറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. അത് ഫാമിലി ഓഫ് കർവ്സ് ആണ്. അതിനെ നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയിലേക്ക് മാറ്റി എന്നിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്തത്. ഇവിടെ പക്ഷെ നമ്മളങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യൂല. ഇവിടെ ഓരോരോ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ ലാംഡ എന്ന് പറയുന്നത് മീനാണ്.
ഇപ്പോൾ കക്കാട് ജംഗ്ഷനിൽ ഒരു മാസത്തിൽ ആവറേജ് 10 ആക്സിഡൻറ്റുകളാണ് ഉണ്ടാവലും നമുക്ക് പാസ്റ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ ആ 10 ആക്സിഡൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ലാംഡ, അതിൻ്റെ മീൻ. ഓക്കെ, അപ്പോൾ ഓരോരോ മീൻ മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് മാറും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഈ പിന്നെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ചിത്രത്തിൽ ലാംഡ 1.5 ആയപ്പം ഇതിൻ്റെ കർവ് ഇതാണ്, ഈ ബ്ലൂ ലൈനിലുള്ള കർവാണ്. ലാംഡ 1 ആയപ്പം വയലറ്റ് കളറിലുള്ള ഈ കർവാണ്. ലാംഡ 0.5 ആയപ്പോൾ ഈ യെല്ലോ ലൈനിലുള്ള കർവാണ്. അപ്പോൾ അതിൻ്റെ മീൻ കൂടുന്തോറും ഇതിൻ്റെ ഒരു ഷേപ്പ് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിങ്ങനെ കുറച്ചും കൂടെ സ്റ്റീപ്പായിട്ട് വരുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അത് ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കുറയുന്നതിനനുസരിച്ച് അത് ഫ്ലാറ്റ്നെസ് കൂടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഇതുപോലുള്ള ഒരു പിന്നെ ഡിഫറൻറ്റ് കർവ്, ഓരോ ലാംഡക്കും ഓരോരോ കർവുകളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഫാമിലി ഓഫ് കർവുകളായിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ അനാലിസിസൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ടാബിളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ പ്രത്യേകം അത് കാണാനും പറ്റും. ഓക്കെ, ക്ലിയർ. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളുകൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ പെട്ടതാണോ അല്ലേ എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഒന്ന്, നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ എ റോഡ് ഇൻ്റർജംഗ്ഷൻ, അത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലേ? രണ്ടാമത്തത്, നമ്പർ ഓഫ് ലോട്ടറി വിന്നേഴ്സ് ഈച്ച് ഇയർ ദാറ്റ് ലിവ് ഇൻ ബ്രൈറ്റൺ, നിങ്ങൾ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്പർ ഓഫ് ലോട്ടറി വിന്നേഴ്സ് വിച്ച് ഈച്ച് ഇയർ ദാറ്റ് ലിവ്സ് ഇൻ കോഴിക്കോട്, കോഴിക്കോട് ജീവിക്കുന്ന ആളുകളിൽ നമ്പർ ഓഫ് ലോട്ടറി വിന്നേഴ്സ് ഓരോ വർഷം ഉണ്ടാകുന്ന നമ്പർ ഓഫ് ലോട്ടറി വിന്നേഴ്സ്. അതുപോലെ നമ്പർ ഓഫ് ഡേയ്സ് ബിറ്റ്വീൻ സോളാർ എക്ലിപ്സസ്, നമ്പർ ഓഫ് ഡേയ്സ് അണ്ടിൽ എ കോമ്പണൻറ്റ് ഫെയിൽസ്. ഓക്കെ, ഇങ്ങനെ 4 കാര്യങ്ങളാണ് എക്സാമ്പിൾ തന്നത്. ഈ 4 കാര്യങ്ങളും നിങ്ങൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലേ എന്ന് പറയണം. ക്ലിയർ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ഇനി നോക്കുക, ടൈം ബിറ്റ്വീൻ റാൻഡം ഇവൻറ്റ്സ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിൽ ഒന്നാമത്തെ നോക്കുക, നമ്പർ ഓഫ് ആക്ഷൻസ് ഇൻ എ റോഡ് ഇൻ്റർജംഗ്ഷൻ, അതൊരു പിന്നെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ഒരു റോഡ് ഇൻ്റർജംഗ്ഷനിൽ ഒരു ടൈം ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ എത്ര ആക്സിഡൻറ്റ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. നോർമൽ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറയുന്നത് ടൈം ബിറ്റ്വീൻ റാൻഡം ഇവൻറ്റ്സ്, 2 ആക്സിഡൻറ്റുകൾക്ക് ഇടയിൽ എത്ര സമയമുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതുപോലെ നമ്പർ ഓഫ് ലോട്ടറി വിന്നേഴ്സ് ഈച്ച് ഇയർ, ഒരു കൊല്ലത്തിൽ ഉണ്ടാവുന്ന ലോട്ടറി വിന്നേഴ്സ്, ഇപ്പോൾ 2 ലോട്ടറി വിന്നേഴ്സ് ഉണ്ടാവുന്നതിൻ്റെ ഇടയിൽ എത്ര സമയമുണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഡേയ്സ് ബിറ്റ്വീൻ സോളാർ എക്ലിപ്സസ്, അത് പക്ഷേ നമുക്ക് എന്ത് തോന്നും, പിന്നെ ഇതൊരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് തോന്നും. പക്ഷെ അത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ അല്ല. കാരണം ഈ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ ഒരു റാൻഡം ആയിട്ടുള്ള സംഭവമല്ല. അത് പ്രീ ഡിറ്റർമിൻഡ് ഓൾറെഡി നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന കാര്യമായതുകൊണ്ട്, റാൻഡം അല്ലാത്തത് കൊണ്ട് അതെന്തല്ല, നമ്മൾ അതിനെ ഈ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനോ നമുക്കത് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് അണ്ടിൽ എ കോമ്പണൻറ്റ് ഫെയിൽ, അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഏത് ഡിസ്ട്രിബ്യൂഷനാണ്? നമ്പർ ഓഫ് ഡേയ്സ് അണ്ടിൽ എ കോമ്പണൻറ്റ് ഫെയിൽസ്. അത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ അല്ല, പക്ഷെ അത് എന്താണ്? അത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്പർ ഓഫ് ഡേയ്സാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 ഫെയിൽസ്. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മെഷീൻ്റെ കോമ്പണൻ്റ് ആവാം. ഒരു മെഷീൻ്റെ കോമ്പണൻറ്റിൻ്റെ ഫസ്റ്റ് ഫെയിൽ ഉണ്ടാവാനുള്ള സമയവും അല്ലെങ്കിൽ 2 ഫെയിലുകൾക്ക് ഇടയിലുള്ള സമയമൊക്കെ ഒരുപോലെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഫ്യൂച്ചറിലേക്ക് പ്രോബിലിറ്റി കാണുമ്പോൾ നമുക്ക് അതൊക്കെ ഒരുപോലെ എന്ന് പറയാൻ പറ്റും, അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് കൊണ്ട് അതെന്തല്ല പോയിസോൺ ഡിസ്ട്രിബ്യൂഷനല്ല, പകരം ഇറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ടൈം ടിൽ ഫസ്റ്റ് റാൻഡം ഇവൻറ്റ് എന്നും പറയാം, അതുപോലെ ടൈം ബിറ്റ്വീൻ റാൻഡം ഇവൻറ്റ്സ് എന്നും പറയാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദ ടൈം ടു ദ ഫസ്റ്റ് ഇവൻറ്റ്? ഫസ്റ്റത്തെ ഇപ്പോൾ കോമ്പണൻറ്റ് ഫെയിലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഫെയിലിയർ ഉണ്ടാവാൻ എത്ര സമയം എടുത്തു, അത് തന്നെയാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫെയിലിയർ ഉണ്ടാവാനുള്ള സമയവും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ പറയണത് എന്തായിരിക്കും? ദാറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അവിടെ നമ്മൾ പ്രോബിലിറ്റി കാണുക എന്ന് പറയുന്നത് പി ഓഫ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് ആണ് ബിറ്റ്വീൻ എൻ ഇൻ്റർവെൽ, ഒരു ഇൻ്റർവെൽ അല്ലെങ്കിൽ ഇൻ ആൻ ഇൻ്റർവെൽ, ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ. ഓക്കെ, പി ഓഫ് നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഡ്യൂറിങ് ആൻ ഇൻ്റർവെൽ, ഡ്യൂറിങ് എ മന്ത് അല്ലെങ്കിൽ ഡ്യൂറിങ് 1 hour, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് ടൈം ടിൽ ഫസ്റ്റ് ഇവൻറ്റ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ 2 events, 2 ഇവൻറ്റ്സിൻ്റെ ഇടയിലുള്ള സമയം അല്ലെങ്കിൽ ഫസ്റ്റ് ഇവൻ്റ് ഉണ്ടാവാനുള്ള സമയം.
കാരണം അവിടെ നമ്മളൊരു ഏരിയ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു എക്സാക്റ്റ് നമ്പർ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ പറയാൻ കഴിയില്ല, കാരണം എക്സാക്റ്റ് നമ്പർ പ്രോബിലിറ്റി കാണുന്നത് 0 ആയിരിക്കും. അത് നിങ്ങൾക്ക് ഡിസ്ക്രീറ്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് പറയണം, ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ തന്നെ പറയണം കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ. ഇനി നോക്കുക എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിൽ. ഇവിടെ നോക്ക് പ്രോബബിലിറ്റി, അതിൻ്റെ ഇക്വേഷനാണ് പ്രോബബിലിറ്റി ഓഫ് ദ റൈറ്റ് ടെയിൽ ഓഫ് ദ എക്സ്പോണൻഷ്യൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ എക്സ്പോണൻഷ്യൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗമാണ് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് സൈഡിലുള്ളത് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ റൈറ്റിലുള്ള എക്സ്പോണൻഷ്യൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനാണ് പി ഓഫ് എക്സ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് 0 ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇ റേസ്ഡ് ടു മൈനസ് ലാംഡ എക്സ് 0. നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ക്ലിയർ ആവും. അവിടെ ഇ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്കറിയാം, അതിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 2.71828 ആണ്. ഓക്കെ, അത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വാല്യൂ അല്ല റൈറ്റേലാണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോബിലിറ്റി ഇതൊരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ മൊത്തം ഏരിയ 1 ആണ്. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ പോലെ മൊത്തം ഏരിയ 1 ആയിരിക്കും. ഇവിടെ നിങ്ങൾ പിന്നെ പി ഓഫ് 2 ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, പി ഓഫ് 2 ആണ് കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് അതിൻ്റെ മീനിങ്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ 2 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ച് കിട്ടുന്നത് ഇതിൻ്റെ മേലേക്ക് എത്രയാണോ ഏരിയ ഉള്ളത് ആ സ്പേസ് ആണ് നിങ്ങൾക്ക് പ്രോബബിലിറ്റി ആയിട്ട് കിട്ടുക, മേലേക്ക് എത്ര ഉണ്ടെന്നുള്ളത്. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, 0 തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂ തൊട്ട് Z2 ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണതെങ്കിൽ ഈ ഏരിയ കിട്ടിയിരുന്നത്. 0 തൊട്ട് അല്ലെങ്കിൽ നമ്മൾ മ്യൂ തൊട്ട് 2 വരെയാണ് കിട്ടിയിരുന്നത്. ഇവിടെ പക്ഷെ നിങ്ങൾക്ക് ഈക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് എത്ര ഏരിയ ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് 2ക്ക് താഴെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, 1 - കണ്ടിട്ട്, കാരണം മൊത്തം ഏരിയ 1 ആയതുകൊണ്ട് 1 - പിന്നെ 2ക്ക് മേലെയുള്ളത് നമുക്ക് ഇക്വേഷൻ വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 1 - ഇവിടെ എത്രയാണോ ആൻസർ കിട്ടിയത് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2ക്ക് താഴെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ പോലും അവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം എക്സാക്ട്ലി 2 കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ പോസിബിൾ അല്ല. എക്സാക്ട്ലി 2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും തുല്യമാണ്, രണ്ടും ഒരുപോലെയാണെന്ന് അർത്ഥം. കാരണം അവിടെ ഈക്വൽ ടുക്ക് പ്രസക്തി ഇല്ല. ഇനി നോക്കുക, ഞാനൊരു പ്രോബ്ലം തരാം, ഒരു എക്സാമ്പിൾ തരാം. ഇൻ എ ബിസി ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ദ അറൈവൽ ഓഫ് കസ്റ്റമേഴ്സ് ഈസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂട്ടഡ്. അവിടെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ് കസ്റ്റമേഴ്സിൻ്റെ അറൈവൽ എന്ന് പറഞ്ഞു. വിത്ത് ആൻ ആവറേജ് അറൈവൽ റേറ്റ് ഓഫ് 1.12 പെർ മിനിറ്റ്. ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ 1.12 കസ്റ്റമേഴ്സാണ് അവിടെ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ 1.12 കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാംഡ എന്താണെന്ന് മനസ്സിലായി. ആവറേജ് ആ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്താണെന്ന് മനസ്സിലായി, 1.12 ആണെന്ന് മനസ്സിലായി. ഓക്കെ, 1.12 ആണ് ലാംഡ എന്ന് മനസ്സിലായി. നമുക്ക് വേണ്ടത് എന്താണ്, ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ 2 കസ്റ്റമേഴ്സാണ് 1.12 കസ്റ്റമേഴ്സ് എത്തണത്. നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, 2 കസ്റ്റമേഴ്സ് വരുന്ന സമയം, അല്ലെങ്കിൽ ഒന്നാമത്തെ കസ്റ്റമർ ആദ്യമായിട്ട് വരുമ്പോൾ ഒരു ആവറേജ് എത്ര സമയം എടുക്കുന്നുണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മീൻ കിട്ടും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജംഗ്ഷനിൽ 7 ദിവസം കൊണ്ട് 7 ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ആവറേജ് 7 ആക്സിഡൻറ്റുകൾ ഒരാഴ്ച കൊണ്ട് 7 ആക്സിഡൻ്റാണ് ആവറേജ് എന്ന് മനസ്സിലായി. പക്ഷേ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 2 ആക്സിഡൻറ്റുകൾക്കിടയിൽ എത്ര ദിവസം ഉണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ആവറേജ് നോക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം എന്ന് കിട്ടുമല്ലോ. ആവറേജ് ചിലപ്പോൾ ഈ 7 ആക്സിഡൻറ്റ് ഉണ്ടായത് ഒരു ദിവസം തന്നെ ആയിരിക്കും, അത് നമ്മൾ നോക്കൂല. പകരം നമ്മളൊരു ആവറേജ് നോക്കുമ്പോൾ 2 ആക്സിഡൻറ്റുകൾക്കിടയിൽ ഒരു ദിവസമാണെന്നല്ല കിട്ടണത്. അതുപോലെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയും പറയാം, ഒന്നാമത്തെ ആക്സിഡൻറ്റ് ആയത് ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയപ്പോഴാണെന്നും പറയാം. അപ്പോൾ ഫസ്റ്റ് ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള സമയം 1 ഡേ ആണെന്നുള്ളതും പറയാം, 2 ആക്സിഡൻറ്റുകൾക്ക് ഇടയിലുള്ള സമയം 1 ഡേ ആണെന്നും പറയാം. അതുപോലെ ഇവിടെ നമുക്ക് 2 കസ്റ്റമേഴ്സ് വരുന്നതിൻ്റെ ഇടയിലുള്ള സമയം എത്ര എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ് വിൽ എലാപ്സ് ബിറ്റ്വീൻ അറൈവൽസ്. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമുക്ക് എന്തേ ആവശ്യമുള്ളൂ, നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. മീൻ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്, ലാംഡയാണ് നമുക്ക് തരിക പ്രോബ്ലത്തിൽ, ആ ലാംഡ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇക്വേഷനിൽ വെറുതെ എന്ത് ചെയ്യാനേ ഉള്ളൂ, അപ്ലൈ ചെയ്യാനുള്ളൂ. ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് 5 എന്നാണ് പറഞ്ഞത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ്, 5 മിനിറ്റ് എലാപ്സ് ചെയ്യാനുള്ള സാധ്യത പറഞ്ഞു. അപ്പോൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്, കാരണം അറ്റ്ലീസ്റ്റ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അതെങ്ങനെയാണ് കിട്ടുക, നമ്മൾ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇ റേസ് ടു മൈനസ് ലാംഡ x0 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും, നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, അവിടെ ലാംഡ എന്താണ് 1.12 ആണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നു. അതിന് നമുക്ക് ഈ ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, എക്സ് എന്ന് പറയുന്നത് x0 എന്ന് ഇവിടെ നമുക്ക് നേരത്തെ ഇക്വേഷനിൽ x0 എന്ന് പറഞ്ഞില്ലേ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x0 എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ പി ഓഫ് 5 എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇ റേസ് ടു മൈനസ് 1.12 ഇൻറ്റു 5 എന്ന് കിട്ടി. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0.0036 എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ, ആ ഏരിയ 5 മിനിറ്റിന് ആ ഏരിയൻ്റെ ഒരു ഏരിയൻ്റെ സ്പേസാണ് അത് കിട്ടിയത്. എന്ന് വെച്ചാൽ 0.36% ആണ്. 0.36% സാധ്യതയുള്ളൂ, 1% പോലും സാധ്യത ഇല്ല എന്നർത്ഥം. ഓക്കെ, കാരണം 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ 1.5 കസ്റ്റമേഴ്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു കസ്റ്റമർ വരാൻ ഏറ്റവും ചുരുങ്ങി 5 മിനിറ്റ് എടുക്കാനുള്ള സാധ്യത ചോദിക്കുമ്പോൾ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ 5 മിനിറ്റോ അതിൽ അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.36% ആണെന്ന് മനസ്സിലായി. ഓക്കെ, 5 മിനിറ്റ് എലാപ്സ് ചെയ്യാനുള്ള സാധ്യത, 2 കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ 5 മിനിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത നോക്കിയപ്പോൾ അത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. കാരണം 1 മിനിറ്റിൻ്റെ ഉള്ളിൽ 2 കസ്റ്റമർ വരികയാണെങ്കിൽ 2 കസ്റ്റമർക്ക് ഇടയിൽ 5 മിനിറ്റ് ഉണ്ടാവുള്ള പ്രോബിലിറ്റി നോക്കിയാൽ വളരെ കുറവല്ലേ കിട്ടുള്ളൂ. അത് 0.0036 ആണെന്ന് മനസ്സിലായി. അതിൻ്റെ അർത്ഥം എന്താ, അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അല്ല 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കിട്ടും. അപ്പോൾ 0.36% ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു എന്നറിയോ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്മോസ്റ്റ് 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞത്, കൂടിപ്പോയാൽ 5 മിനിറ്റ് എടുക്കാനുള്ള സാധ്യത ചോദിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അതിന് താഴെയല്ലോ, കൂടിപ്പോയാൽ 5 പോലുള്ളൂ, 5 അതിന് താഴെയുള്ള കാണാം. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് അത് നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ഏതേ കാണുള്ളൂ, നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കാണും, എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് 1ൻ്റെ അകത്തുനിന്ന് ആ ആൻസർ കുറക്കും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, 1 മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ x0 എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയ ആൻസർ തന്നെ എന്ത് ചെയ്യും, 1 കുറക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക 99.64% എന്ന് കിട്ടും. അത് കറക്റ്റാണ്. കാരണം ഒരു 5 മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയതല്ല ഏറ്റവും കൂടിപ്പോയാൽ 5 മിനിറ്റ് എടുക്കാമെന്ന് ചോദിച്ചാൽ അതിന് പ്രോബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ക്ലിയർ. കാരണം 1 മിനിറ്റിൻ്റെ ഉള്ളിൽ 2 കസ്റ്റമർ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയി 5 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ 100% തന്നെ നമുക്ക് പറയാൻ പറ്റും ഏകദേശം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ എന്താണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. പോയിസൺ ഡിസ്ട്രിബ്യൂഷനും എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒന്ന് ഡിസ്ക്രീറ്റിലും ഒന്ന് കണ്ടിന്യൂസിലും ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. കണ്ടിന്യൂസിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഇൻ്റർവെല്, ഒരു നിശ്ചിത ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ എത്ര ഒക്കറൻസ് ഉണ്ട് എന്നുള്ളതിന് പകരം 2 ഒക്കറൻസുകൾക്കിടയിൽ എത്ര ഇൻ്റർവെൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള പ്രോബ്ലമാണ്, സെൽഫ് പ്രാക്ടീസ് പ്രോബ്ലമാണ് ഞാൻ തന്നിട്ടുള്ളത്. ഇത് നോക്കിയിട്ട് നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.